അഖിൽ ഷാ അൻസാർ കൂടി ചേരുന്നു. അഖിൽ ഷാ, ഇന്ന് രാവിലെ മുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയിൽ പോലീസിന്റെ പക്കൽ നിന്നൊരു പ്രകോപനപരമായ സമീപനമാണ് തുടക്കം മുതലുണ്ടായിരുന്നത്. ബലം പ്രയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ വാഹനത്തിൽ കയറ്റുന്നു, ഒപ്പം പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ അടക്കം മാറ്റുന്നു. പതിവില്ലാത്ത രീതിയിൽ ഒരു വളരെ അതിരാവിലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ ഇനി വിളിച്ചാൽ സ്റ്റേഷനിലേക്ക് ഓടി വരുമായിരുന്ന ഒരു അധ്യക്ഷനെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രകോപനം. അങ്ങനെ പോലീസ് തുടക്കം മുതൽ ഈ നാടകീയ രംഗങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടേയിരുന്നത്. ഈ റിപ്പോർട്ട് ചെയ്ത ആളെന്ന നിലയിൽ അഖിൽ ഷാ അൻസാർ, തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ പെരുമാറ്റം ഉണ്ടായതായി മനസ്സിലാക്കാമോ? സുഹൈൽ, ഈ സംഭവങ്ങളുടെ തുടക്കം മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് പത്തനംതിട്ടയിലെ വീട്ടിൽ പോലീസ് എത്തുന്നത് മുതൽ നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വീട് വളയുന്നു, വീട് വളഞ്ഞതിന് ശേഷം ഒരു അറസ്റ്റ്, അയാളെ കസ്റ്റഡിയിലെടുക്കുന്നു തുടങ്ങി അതുമുതലുള്ള സംഭവങ്ങളൊക്കെ അതിനാടകീയമായി തന്നെയാണ് മുന്നോട്ട് പോയത്. അത്തരത്തിൽ തന്നെയാണ് ഇത് തന്നെയാണ് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഈ വിഷയത്തിൽ പറയുന്നത്. അതായത് എന്തിനാണ് ഇത്ര നാടകീയത ഈ സംഭവത്തിൽ കൊടുക്കേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞാൽ ഹാജരാകും എന്നുള്ള ഒരാളെ ഇത്തരത്തിൽ അയാളുടെ വീട് പോയി അതിരാവിലെ പോലീസ് വളയുന്നു, അതിന് പിന്നാലെ അറസ്റ്റ് ചെയ്യേണ്ട എന്തൊരാവശ്യമാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായും ഈ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ വാദിക്കുന്ന ഒരു കാര്യം. അതിന് പിന്നാലെയും നാടകീയ രംഗങ്ങൾ തന്നെയാണ് നടന്നത്. അതായത് പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കുന്നു. അവിടെയും നാടകീയ രംഗങ്ങൾ. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികൾ അവസാനിപ്പിക്കുന്നു. അതിന് പിന്നാലെ പോലീസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് എത്തിക്കുന്നു. അതായത് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനാണ് പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് എത്തിക്കുന്നത്. അവിടെ വെച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണത്തിന് മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. അദ്ദേഹം പ്രതികരിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നു. എന്നാൽ ഈ പ്രതികരിക്കാൻ ശ്രമിച്ച ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം വരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉന്തിത്തള്ളി പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നൊരു സമീപനം, ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെയും തള്ളി മാറ്റുന്നൊരു സമീപനം ഉണ്ടാകുന്നു. അത്തരത്തിൽ തികച്ചും അസാധാരണമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ മുന്നിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചത് തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിലാണ്. വൈദ്യപരിശോധനയ്ക്കായാണ് അവിടെ എത്തിച്ചത്. വൈദ്യപരിശോധന കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നത് വലിയ പ്രതിഷേധമാണ്. പോലീസിന് കാര്യമായി തന്നെ അവിടെ ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. അതായത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമായിരുന്ന ഒരു പ്രതിഷേധമായിരുന്നു അത്. എങ്ങനെയൊക്കെയോ പോലീസ് അത് ഒഴിവാക്കുകയും അതിന് പിന്നാലെ അവിടെ നിന്ന് കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. കോടതിയിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു. അതിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് അല്ല ഇത്തരത്തിൽ പോലീസിനെ മർദ്ദിച്ചതിൽ പങ്ക്, രാഹുൽ മാങ്കൂട്ടത്തിലല്ല പോലീസിനെ മർദ്ദിച്ചത് തുടങ്ങിയ വാദങ്ങളുണ്ടായി. ഒടുവിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളൊരു വാദം പ്രതിഭാഗം ഉന്നയിക്കുന്നതും കോടതി അത് പരിഗണിക്കുന്നതും പിന്നാലെ ഒന്നുകൂടി ഇത്തരത്തിൽ വൈദ്യപരിശോധന നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം പോലീസിന് നൽകുകയും ചെയ്യുന്നു. അതിന് പിന്നാലെ ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കുന്നു. അവിടെ വലിയ പോലീസ് സുരക്ഷയിലാണ്, വലിയ സന്നാഹത്തോടു കൂടിയാണ് അവിടെ എത്തിയത്. ഒരു ബസ്സിൽ നിറയെ പോലീസ് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ വിവിധ ജീപ്പുകളിലായി പോലീസ് എത്തുന്നു. അതിലൊരു ജീപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമുണ്ട്. വലിയ സുരക്ഷയിൽ അദ്ദേഹത്തെ അകത്തേക്ക് കയറ്റുന്നു. പ്രതികരണം നമ്മൾ ആ സമയത്ത് ചോദിച്ചിരുന്നു, പക്ഷേ വരട്ടെ എന്നുള്ളൊരു ഉത്തരം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടായത്. പോലീസ് അതിൽ കൂടുതൽ അനുവാദം നൽകിയതുമില്ല. തിരിച്ചിറങ്ങിയപ്പോഴും നമ്മൾ പ്രതികരണം ചോദിച്ചു, പക്ഷേ അപ്പോഴും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. പിന്നാലെയാണ് ഇപ്പോൾ കോടതിയിലേക്ക് തിരിച്ചു പോയിട്ടുള്ളത്. അവിടെ ഇനി ഈ കോടതി ഇത് പരിശോധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ട ഏതെങ്കിലും സാഹചര്യം മാങ്കൂട്ടത്തിലുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ കോടതി പരിഗണിച്ച ശേഷമാകും റിമാൻഡാണോ അല്ലെങ്കിൽ ജാമ്യം വേണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക. ശരി, അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ജനകീയ പ്രതിഷേധങ്ങൾ ഏറെ കണ്ട നാടാണ്. ആ നാട്ടിലൊരു പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ സ്വാഭാവികമായി ചുമത്താവുന്ന വകുപ്പുകളൊക്കെ ചുമത്തി തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെതിരെ കേസെടുത്തിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നടപടികളെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ അനാവശ്യമായ ധൃതി, പ്രകോപനപരമായ അറസ്റ്റ്, ഇതെല്ലാം കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാക്കി അങ്ങനെ രാഷ്ട്രീയ കലുഷിതമായ അന്തരീക്ഷത്തെ പോലീസ് തന്നെ നിർമ്മിച്ചു എന്ന് വേണം നമുക്ക് തൽക്കാലമെങ്കിലും പറയാൻ. വാർത്തകൾ 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.